എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഓരോ നോട്ടിഫിക്കേഷനും എപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്, നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എത്ര ഒഴിവുണ്ടായിരുന്നു, അതിലിപ്പോൾ ഒഴിവുകളൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എത്രയാണ്, ഏജ് ലിമിറ്റ് എത്രയാണ്. അതായത് ചിലർ ടൈപ്പ് റൈറ്റിംഗ് മാത്രം പഠിച്ചവരായിരിക്കും, അപ്പോൾ അതിന് പറ്റിയ ക്വാളിഫിക്കേഷൻസ്, അതായത് ടൈപ്പ് റൈറ്റിംഗ് മാത്രമുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള പോസ്റ്റുകൾ ഉണ്ടോ, അതിന് എങ്ങനെയൊക്കെയാണ്, എപ്പോഴാണ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയുക, പിന്നെ അതുപോലെ തന്നെ അതിൽ ടോട്ടൽ എത്ര അഡ്വൈസ് ഇതുവരെയായിട്ട് പോയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ചിലതിൽ ഒരു ഒഴിവൊക്കെ ഉണ്ടാവുള്ളൂ ചില പോസ്റ്റുകൾ വിളിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഒഴിവ് വന്നാലും ആ ഒരു ഒഴിവിലേക്ക് മാത്രമാണോ അഡ്വൈസ് പോവുക, അല്ല ഒഴിവ് കൂടാൻ സാധ്യതയുണ്ടോ, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒഴിവ് വരുന്നതും പിന്നെ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്നതുമായിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. കുറച്ച് ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് കാണുക. 2020-21 വർഷങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഉള്ള കുറച്ച് പോസ്റ്റുകളാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. ഒഴിവ് കുറവുള്ള പോസ്റ്റുകളും കൂടുതലുള്ള പോസ്റ്റുകളും, അതുപോലെ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ടൈപ്പ് റൈറ്റിംഗ് മാത്രം ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകൾ, എല്ലാ പോസ്റ്റുകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് വൈഡ് പോസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ് നോക്കാം. 325/2020 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്. ഓക്കെ, ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓരോ കമ്പനിയും പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു ഇതാണ്. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 20/1/2021 ആണ്. സ്റ്റേറ്റ് വൈഡ് ആപ്ലിക്കേഷൻ ആണ്. പിന്നെ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 18,510. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് 5,773. OMR എക്സാം നടന്ന ഡേറ്റ് 31/12/2021 ആണ്. ഷോർട്ട് ലിസ്റ്റ് വന്ന ഡേറ്റ് 27/2/2023. റാങ്ക് ലിസ്റ്റ് വന്നതും ഏകദേശം 2023 തന്നെയാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെയും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കാൻ ആയിട്ടില്ല. ഓക്കെ, പിന്നെ ഇനി ഇതിൻ്റെ അഡ്വൈസ് ടോട്ടൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. 88 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിട്ടുള്ളത്. അത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 21/2/2025 ആണ്. അപ്പോൾ ഈ ഇതിൽ നോട്ടിഫിക്കേഷനിൽ എന്തായിരുന്നു ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ എത്ര ഒഴിവുണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഇതിൽ 7 ഒഴിവാണ് ഉണ്ടായിരുന്നത്. 7 ഒഴിവിന് ഇവിടെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്, 88 അഡ്വൈസാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റിൽ ഈ ഒരു പോസ്റ്റും കൂടി ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ പാസിംഗ് SSLC ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ KGT ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇക്വാലൻ്റ്. അതുമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ടൈപ്പ് റൈറ്റിംഗ് മാത്രം, ടൈപ്പ് റൈറ്റിംഗും പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് മാത്രം ക്വാളിഫിക്കേഷൻ വരുന്ന ഒരു പോസ്റ്റാണ്. ഇതിന് 36 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. നോട്ടിഫിക്കേഷനിൽ 7 ഒഴിവാണ് വന്നിട്ടുണ്ടായിരുന്നത് എങ്കിലും ഇവിടെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് എത്രയാണെന്ന് വെച്ചാൽ 88 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് 21/2/2025 ആണ്. ഓക്കെ, അടുത്ത പോസ്റ്റ് നോക്കാം. 491/2020 സ്റ്റെനോഗ്രാഫർ, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. സ്കെയിൽ ഓഫ് പേ 5,850 മുതൽ 11,700 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 3/2/2021. സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് 6,104. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് 1,154. OMR ടെസ്റ്റ് നടന്ന തീയതി 31/12/2021 ആണ്. എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് യൂണിഫൈഡ് ലിസ്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് 23/12/2022. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെനോഗ്രാഫറിന് നമുക്കറിയാം ഇതിൽ ഡിക്റ്റേഷൻ ടെസ്റ്റ് നടക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് യൂണിഫൈഡ് ലിസ്റ്റായിട്ട് എലിജിബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നത് 23/8/2023 ആണ്. റാങ്ക് ലിസ്റ്റ് വന്ന ഡേറ്റ് 29/7/2024 ആണ്. അപ്പോൾ ഇതിൻ്റെയും റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനായിട്ടില്ല. പിന്നെ ഇതിൽ ടോട്ടൽ ഈ സൈറ്റിൽ കാണിക്കുന്ന വേക്കൻസി 2, 3, 4, 5, 6, 7 വേക്കൻസിയാണ്. ഇതിൽ 4 NJDയും പിന്നെ 3 ഫ്രഷ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഈ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ഒഴിവ് 2 ആണ്. 5,850 മുതൽ 11,700 വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഇതിനും ഏജ് ലിമിറ്റ് വരുന്നത്. SSLC
ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGT or MGT, ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ലോവർ KGT or MGT, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT, ഷോർട്ട് ആൻഡ് മലയാളം ലോവർ KGT. ഇത്രയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ ടോട്ടൽ അഡ്വൈസ് 7 എണ്ണമാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 27/2/2025 ഓക്കെ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ 2 ഒഴിവാണ് വന്നിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് പോയത് 7 എണ്ണമാണ്. അതിൽ ഇതിൽ 3 ഫ്രഷ് വേക്കൻസിയും ബാക്കി 4 NJD വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അടുത്തതും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2 ആണ്. 380/2020 കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. സ്കെയിൽ ഓഫ് 10,480 മുതൽ 18,300 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 3/2/2021. സ്റ്റേറ്റ് വൈഡ് ആണ്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 5,893 എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2/3/2023. ഷോർട്ട് ലിസ്റ്റ് വന്നത് 19/8/2023. റാങ്ക് ലിസ്റ്റ് വിത്ത് എഫക്റ്റ് ഫ്രം 20/3/2024. 2 വേക്കൻസിയാണ് ഇവിടെ ഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നോട്ടിഫിക്കേഷനിലും 2 ഒഴിവാണ് വന്നിട്ടുണ്ടായിരുന്നത്. ശമ്പള സ്കെയിൽ 10,480 മുതൽ 18,300 വരെയാണ്. ഈ ശമ്പള സ്കെയിൽ മാറ്റം ഉണ്ടാവും. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്ന സമയത്തുള്ള ഒരു ശമ്പള സ്കെയിലായിരിക്കില്ല, ചെറിയൊരു മാറ്റം എന്തായാലും ഉണ്ടാവും. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 36 വയസ്സ് വരെയാണ്. പിന്നെ ക്വാളിഫിക്കേഷൻ പാസ് ഇൻ SSLC or equivalent, പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഹയർ ആൻഡ് ഷോർട്ട് ആൻഡ് ലോവർ ബോത്ത് ഇൻ ഇംഗ്ലീഷ് KGT or equivalent, പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ആൻഡ് മലയാളം ലോവർ. ഓക്കെ. ഇതിൽ ടോട്ടൽ അഡ്വൈസ് 2 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. അതായത് നോട്ടിഫിക്കേഷനിൽ 2 ഒഴിവാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ 2 ഒഴിവിലേക്ക് മാത്രമേ അഡ്വൈസ് പോയിട്ടുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 2/5/2024 അടുത്ത പോസ്റ്റും സ്റ്റെനോഗ്രാഫറാണ്. 151/2020 കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ശമ്പള സ്കെയിൽ 9,940 മുതൽ 16,580 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 2/12/2020. ഡയറക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 8,012. അഡ്മിറ്റഡ് 396. OMR എക്സാം ഡേറ്റ് 26/3/2022. ഡിക്റ്റേഷൻ ടെസ്റ്റ് ഡേറ്റ് 3/11/2023. പ്രോബബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 8/2/2023. ഷോർട്ട് ലിസ്റ്റ് വന്നത് 27/2/2024. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 3/9/2024. പിന്നെ ഇതിൽ ടോട്ടൽ 5 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 4 ഫ്രഷ് വേക്കൻസിയും 1 NJD വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റെനോഗ്രാഫർ കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒരു ഒഴിവാണ് നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ ക്വാളിഫിക്കേഷൻ +2 or its equivalent, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് KGT വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് or its equivalent, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ആൻഡ് മലയാളം ആൻഡ് KGT ഇംഗ്ലീഷ് KGT or its equivalent. ഓക്കെ. പിന്നെ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് 4 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 11/2/2024. അപ്പോൾ ഇതിൽ ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഒരു NJD വേക്കൻസി കൂടിയുണ്ട്. 3 ഫ്രഷ് വേക്കൻസിക്കാണ് ഇപ്പോൾ ഓൾറെഡി പോയിട്ടുള്ളത്, അഡ്വൈസ് പോയിട്ടുള്ളത്. നോട്ടിഫിക്കേഷനിൽ എത്ര ഒഴിവായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ 4 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇനി കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 99/2020 കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്. ശമ്പള സ്കെയിൽ 10,480 മുതൽ 18,300 വരെ. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 21/10/2020. സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ. അതിൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 2,686. OMR ടെസ്റ്റ് നടന്ന തീയതി 31/12/2021. ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളത് 23/2/2023. റാങ്ക് ലിസ്റ്റ് വന്നത് 24/7/2023. 3 NJD വേക്കൻസിയാണ് ഇതിൽ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷനിൽ ഒരു ഒഴിവാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. മസ്റ്റ് ഹാവ് പാസ്ഡ് SSLC or equivalent, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ KGT or MGT equivalent and computer word processing or its equivalent, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ KGT or equivalent, മസ്റ്റ് possess ഷോർട്ട് ആൻഡ് ഇംഗ്ലീഷ് ഹയർ KGT or MGT
ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. മസ്റ്റ് പൊസസ് ഷോർട്ട് ആൻഡ് മലയാളം ലോവർ KGT ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. അതിൽ ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് 3 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 28/1/2025 ഓക്കെ. അപ്പോൾ ഇതിൽ 3 നോട്ടിഫിക്കേഷനിൽ ഒരു ഒഴിവാണ് വന്നിട്ടുണ്ടായിരുന്നത്. അഡ്വൈസ് പോയത് 3 ഒഴിവിനാണ്. ഇവിടെ 3 NJD വേക്കൻസി ആണെന്നാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെയും റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനായിട്ടില്ല കേട്ടോ. 2023 7-ാം മാസം വന്നിട്ടുള്ള ഒരു ലിസ്റ്റാണ്. ഇനി അടുത്ത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 35/2020. ശമ്പള സ്കെയിൽ 20,000 മുതൽ 45,800 വരെ. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 3/9/2020. സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 20,227 ആപ്ലിക്കേഷൻസ് ആണ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അഡ്മിറ്റഡ് 95 ഷോർട്ട് ലിസ്റ്റ് വന്ന ഡേറ്റ് 25/10/2022. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 1/12/2022. അതിൽ മൊത്തം 9 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. 6 ഫ്രഷ് വേക്കൻസിയും 3 NJD വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് 9 ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 7/2/2024. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷനിൽ നോക്കാം. 6 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ടോട്ടൽ അഡ്വൈസ് പോയത് 9 വേക്കൻസിക്കാണ്. പിന്നെ 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ക്ലാസ് ഇൻ +2 ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. ഇത് ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻ മാത്രം വരുന്ന ഒരു പോസ്റ്റാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ഓക്കെ. പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 2020 വന്നിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2020 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, വേസ്റ്റ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻ സ്പോർട്സ്. ഇതിൽ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത് 88. നോട്ടിഫിക്കേഷനിൽ 7 ഒഴിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് 2021 വന്നിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻ കൂടി നോക്കാം. ഇത് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ് 608/2021. സ്കെയിൽ ഓഫ് പേ അതിൻ്റെ ഒരു ഏതിലാണോ കിട്ടുന്നത് അതിനനുസരിച്ചിട്ടാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 19/1/2022. സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. എലിജിബിലിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 17/1/2023. ഷോർട്ട് ലിസ്റ്റ് വന്നത് 29/11/2023. റാങ്ക് ലിസ്റ്റ് വന്നത് 31/1/2024. അഡ്വൈസ് ഡീറ്റെയിൽസ് 22 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഓക്കെ, 22 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഇതവിടെ നമുക്ക് കാണാം. ഇതിൽ നമുക്ക് ഈ ഒരു ഇതിൽ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 24 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 17/2/2025 ഇതിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്വാളിഫിക്കേഷൻ SSLC ഓർ ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGT ഓർ MGT, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്, ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, KGT ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ്. ഇതും ഈ സെയിം ക്വാളിഫിക്കേഷനാണ് വരുന്നത്. അതായത് ടൈപ്പ് റൈറ്റിംഗ് മാത്രമേ ഇതിൽ ചോദിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു പോസ്റ്റാണ് ഇത്. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 വേരിയസ് ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ്, കോർപ്പറേഷൻസ്, ബോർഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ ടോട്ടൽ 24 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. അടുത്ത പോസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഇത് നമ്മളെ ഈ ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളതല്ല എങ്കിലും ഒന്ന് ഇതിൽ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കാറ്റഗറി നമ്പർ 747/2021. മെഡിക്കൽ എഡ്യൂക്കേഷനാണ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്കെയിൽ ഓഫ് പേ 19,000 മുതൽ 43,600 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 2/2/2022. സ്റ്റേറ്റ് വൈഡ് ആണ്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 37,587. OMR എക്സാമിനേഷൻ ഡേറ്റ് 17/9/2022. എലിജിബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 16/3/2023. ഷോർട്ട് ലിസ്റ്റ് വന്നത് 4/10/2023. റാങ്ക് ലിസ്റ്റ് വന്നത് 6/3/2024. ഓക്കെ, ഇതിൽ വേക്കൻസി 2 NJD, 2 ഫ്രഷ്, 2 NJD, 5 ഫ്രഷ്, ടോട്ടൽ 4 NJDയും 7 ഫ്രഷ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൽ ടോട്ടൽ അഡ്വൈസ് 11 അഡ്വൈസ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ്
29/1/2025 ഇതിൽ 5 ഒഴിവാണ് നോട്ടിഫിക്കേഷനിൽ വന്നത്. ടോട്ടൽ അഡ്വൈസ് 11 പോയിട്ടുണ്ട്. 18 മുതൽ 36 വയസ്സ് വരെയാണ് വരുന്നത്. പിന്നെ പാസ് ഇൻ +2, പിന്നെ പാസ് ഇൻ 6 months ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ കോഴ്സ് ഫ്രം എ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതോറിറ്റീസ്. ഓക്കെ, അടുത്ത പോസ്റ്റ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. കാറ്റഗറി നമ്പർ 298/2021. ശമ്പള സ്കെയിൽ 20,000 മുതൽ 45,800 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 22/9/2021. സ്റ്റേറ്റ് വൈഡ് ആണ്. എലിജിബിലിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് 10/3/2023. ഷോർട്ട് ലിസ്റ്റ് വന്നത് 12/10/2023. റാങ്ക് ലിസ്റ്റ് വന്നത് 20/11/2023 ആണ്. അതിൽ ഫ്രഷ് 28 വേക്കൻസി, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 1, NCD 2, 3 ഫ്രഷ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 28 വേക്കൻസിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. പാസ് ഇൻ +2 ഓർ ഇക്വലന്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, KGT ഓർ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇക്വലന്റ്. ഓക്കെ, പിന്നെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം, KGT ഓർ ഇക്വലന്റ്. ഇത്രയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ടോട്ടൽ അഡ്വൈസ് 37 ആണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നോട്ടിഫിക്കേഷനിൽ 28 ഒഴിവ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൽ ടോട്ടൽ അഡ്വൈസ് 37 അഡ്വൈസാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് 19/12/2024 ആണ്. അടുത്ത ഒരു പോസ്റ്റാണ് പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ, 138/2021. ശമ്പള സ്കെയിൽ 9,940 മുതൽ 16,580 വരെയാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ 2/6/2021 ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് 3,423 ആണ്. പിന്നെ ഇൻ്റർവ്യൂ ഡേറ്റ് 4/7/2024 ആണ്. എലിജിബിലിറ്റി ലിസ്റ്റ് വന്നത് 5/4/2023. ഞാൻ ഈ ഡേറ്റ് എന്തിനാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോസ്റ്റിനും എത്ര സമയം എടുത്തിട്ടാണ് എലിജിബിലിറ്റി ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഷോർട്ട് ലിസ്റ്റ് വന്ന ഡേറ്റ് 18/9/2023. റാങ്ക് ലിസ്റ്റ് വന്നത് 6/8/2024. വേക്കൻസി ഒരു വേക്കൻസിയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നോട്ടിഫിക്കേഷനിൽ ഒരു വേക്കൻസി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. പാസ് ഇൻ +2 ഓർ ഇക്വലന്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, KGT വിത്ത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഓർ ഇക്വലന്റ്, ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഷോർട്ട് ആൻഡ് മലയാളം ആൻഡ് ഇംഗ്ലീഷ്, KGT ഓർ ഇക്വലന്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ അഡ്വൈസ് പോയ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അഡ്വൈസ് ഒന്ന് തന്നെ പോയിട്ടുള്ളൂ, ഒറ്റൊരു വേക്കൻസിക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ 2021 ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഗവൺമെൻറ് ഈ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഗവൺമെൻറ് ഓൺഡ് കമ്പനീസിൻ്റെതല്ല, അത് 24 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ, ശരിയല്ലേ? ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഇതിൽ 37 അഡ്വൈസ് ടോട്ടൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയ എല്ലാ നോട്ടിഫിക്കേഷനിലും ഏജ് ലിമിറ്റ് 18 മുതൽ 36 വയസ്സ് വരെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 50 വയസ്സിൽ കൂടാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഞാൻ 2020-21 വർഷത്തെ നോട്ടിഫിക്കേഷനാണ് എടുത്തത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വർഷത്തിൻ്റെത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ ഇനിയും അഡ്വൈസ് നടക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എത്ര അഡ്വൈസ് ടോട്ടൽ പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓരോ പോസ്റ്റിനും ഒഴിവ് കുറവാണെങ്കിൽ, ഒറ്റ ഒരു ഒഴിവ് മാത്രമാണെങ്കിൽ അതിൽ കൂടുതൽ ഒഴിവ് വരുന്നുണ്ടോ, പിന്നെ ഏജ് ലിമിറ്റ്, ശമ്പള സ്കെയില് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, ചിലർക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. വേറെ ഏതെങ്കിലും വർഷത്തിൻ്റെ ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.